അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞളുറുൽ മയ്യിത്ത് അഥവാ മയ്യിത്തിനെ നോക്കാന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹങ്ങളിലൊക്കെ ഒരു ആചാരമായി മാറിയിരിക്കുകയാണ്. മയ്യിത്തിനെ എല്ലാവരും കാണാൻ വേണ്ടി വരിക. അതായത് ഇപ്പം എന്തെങ്കിലും നമ്മളൊരു പണിക്ക് പോകുന്ന സമയത്ത് ആ മയ്യിത്തിനെ കണ്ടിട്ട് പെട്ടെന്ന് പോരും. യാസീനും ഫാത്തിഹയും പോലും ഓതാൻ നിൽക്കാതെ മയ്യിത്തിനെ കണ്ടു വേഗം പോവുക. അപ്പോൾ തന്നെ മയ്യിത്ത് അവസാനം എടുക്കാൻ നേരത്ത് ഇനി ആരെയും കാണാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ ഒരു ആചാരമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കാണ് നാം കടക്കുന്നത്. ഇസ്ലാം മയ്യത്തിനെ കാണുന്നതിനെ വിലക്കുന്നുണ്ട് ഇതുണ്ട്. ഇപ്പോൾ മരിച്ചു കിടന്നിൽ ഇപ്പോൾ നമ്മളെ കുടുംബക്കാരാണ് മരിച്ചത്, അല്ലെങ്കിൽ സഹപാഠികളാണ് മരിച്ചതെങ്കിൽ അപ്പോൾ ഇനിയും അവരെ കാണാൻ പറ്റൂല എന്നുള്ളത് ഇതാക്കാൻ പറ്റൂലല്ലോ. അഥവാ ഇനിയിപ്പോൾ ഇനി വേറെ കാണാൻ പറ്റൂല, ഇപ്പോൾ ലാസ്റ്റ് കാണലാണ്, അങ്ങനെയാണെങ്കിൽ കാണാൻ പറ്റൂലേ? അഥവാ ഇസ്ലാം അതിനെ അങ്ങനെയാണെങ്കിൽ എതിർക്കേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത പ്രധാനപ്പെട്ട കാരണം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നുണ്ട്. ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്ത് റൂഹ് പോയത് ഏത് നിലയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ മയ്യത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോ അടയാളങ്ങളോ അല്ലെ ചീത്തന്തി അടയാളങ്ങളോ കണ്ടു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതെന്താവും, അതൊരു ചർച്ചയായി മാറും. അപ്പോൾ അത് ഈ മയ്യത്തിൻ്റെ ആക്കിബത്തിന് മോശമാവും. അതുകൊണ്ടാണ് ഇത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തത്. ശരിയാണ്. ഇപ്പം മയ്യത്തിൻ്റെ റൂഹ് പോകുന്ന സമയത്ത് കാലിൽ നിന്ന് റൂഹ് പിടിച്ചുകൊണ്ട് തലയുടെ ഭാഗത്ത് കൂടെ റൂഹ് പോകാന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമ്മുടെ ആ റൂഹ് പോകുന്നതിലേക്കാണ് നമ്മുടെ നോട്ടം ഉണ്ടാകുക. അപ്പം നമ്മുടെ മുഖത്തിൻ്റെ രൂപം മാറും. അപ്പം ഇനിയിപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഇതാക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉറങ്ങുന്ന രൂപത്തിൽ നമ്മളെ ശരീരപ്രകൃതി എന്താണെന്ന് ഇപ്പം നമുക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പം അതുപോലെ മുഖത്തിന് പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം ആ സമയത്തൊക്കെ ഈ മയ്യത്തിനെ ഇങ്ങനെ എല്ലാവരും വന്ന് നോക്കുക എന്നുള്ളത്, പിന്നെ നോക്കിയതിന് ശേഷം പിന്നെ ആ ഭാവങ്ങൾ, അതായത് ആ മയ്യത്തിൻ്റെ മേത്തുള്ള മറ്റു ഭാവങ്ങളൊക്കെ നാട്ടുകാരിലൊക്കെ ചർച്ച ആവുന്നുള്ളത് അതൊരു പോയിന്റാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനെ തൊട്ട് ഒരു ഹദീസ് ഉണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും ചുംബനം കൊടുക്കുകയും ചെയ്തുന്നുണ്ട്. പിന്നെ വേറെ ജാബിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉപ്പ വഫാത്തായ സമയത്ത് ജനങ്ങളെല്ലാവരും വന്നപ്പോൾ ജനങ്ങൾക്ക് അവിടുത്തെ മുഖത്ത് ഷാള് മാറ്റി ഉപ്പാനെ കാണിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ഉണ്ട്. അഥവാ പണ്ട് മുതൽ തന്നെ അന്ന് ഇങ്ങനെ മയ്യത്തിനെ കാണിക്കുന്ന ഇതുണ്ട്. ഇപ്പോൾ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് എതിർക്കുന്നത്? അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് മയ്യത്തിനെ നോക്കാന്നുള്ളത് യഥാർത്ഥം പറഞ്ഞാൽ കറാത്താണ്. മയ്യത്തിനെ നോക്കാനുള്ള കറാത്താണ്. എന്നാൽ സുബ്കി ഇമാം അത് ജായിസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കൈതും കൂടി ഒപ്പം വെച്ചിട്ടുണ്ട്. അതായത് അഹ്ലുസ്വാലിങ്ങൾ, അതായത് വലിയ ആലിമ്യങ്ങൾ, വലിയ ഉലമാക്കൾ, പണ്ഡിതന്മാർ, നമ്മളെ നാട്ടിലെ പ്രധാനപ്പെട്ട സൂഫിയാക്കന്മാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് വഫാത്തായതുണ്ടെങ്കിൽ ബറക്കത്തെടുക്കാനും വേണ്ടി ഓലെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ കിതാബിൽ ഭാഗത്ത് കാണാം യജൂസ് മയ്യിത്ത് ലി അഹ്ലി വനഹ്വിഹ, അതായത് മയ്യിത്തിൻ്റെ അടുത്ത കുടുംബക്കാർ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കൂട്ടുകാർ, അങ്ങനത്തെ ആൾക്കാർ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കൊക്കെ മയ്യിത്തിനെ കാണാന്ന് ഒരു ഭാഗത്തിൽ കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മയ്യിത്തിനെ കുളിപ്പിക്കുന്ന ആൾക്ക് വരെ ആവശ്യമില്ലാതെ വെറുതെ മയ്യിത്തിനെ നോക്കാൻ പാടില്ല എന്നാണ്. മയ്യിത്തിനെ ചുരുക്കി പറഞ്ഞിട്ടാണെങ്കിൽ മയ്യിത്തിനെ നോക്കൽ കറാഹത്താണ്. മറ്റു കിതാബുകളൊക്കെ അതിന് വലിയ സപ്പോർട്ട് നൽകുന്നില്ല. അപ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മയ്യിത്തിനെ നോക്കാതിരിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞുകൊണ്ട് നാം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.